ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് 3 ലെയർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പുഡിങ്ങാണ്. പിന്നെ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ, അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുഡിങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ലെയർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഫുൾ ഫാറ്റ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പാലൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് പുഡിങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലവറിൻ്റെ മിക്സാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മിക്സ് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. പാൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലൊന്നും ചെറുതായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് കൂടി കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ പാല് അടി പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ കട്ടയായി പോവും പാല്. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പിസ്തേൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4 ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എസൻസ് കൂടി പോകരുത്, അപ്പോൾ പുഡിങ് ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങളുടെ കയ്യിൽ പിസ്താഷ്യൂ ഉണ്ടെങ്കിൽ കുറച്ച് പിസ്താഷ്യൂവും കൂടി പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കേട്ടോ. ഈ സമയം നമ്മുടെ പുഡിങ്ങിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട് കണ്ടോ, നല്ല പച്ച കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കൂടി നമുക്ക് ഈ പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ പാൽ തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമ്മൾ ഏത് ട്രേയിലാണോ പുഡിങ് സെറ്റാവാൻ വേണ്ടി വെക്കുന്നത് ആ ട്രേയിലേക്ക് പുഡിങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ട്രേയിലാണ് പുഡിങ് സെറ്റാവാൻ വേണ്ടി വെക്കുന്നത്. ഇനി ഈ ട്രേ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പുഡിങ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കിയത് പോലെ തന്നെയാണ് ഈ ഒരു പുഡിങ്ങും റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. പുഡിങ് സെറ്റാവാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് പാൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലൊന്ന് തിളച്ച് വരുമ്പോൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് പുഡിങ് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പുഡിങ്ങിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു പുഡിങ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത ലെയർ പുഡിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കിയത് പോലെ തന്നെയാണ് ഈ ഒരു പുഡിങ്ങും റെഡിയാക്കി എടുക്കുന്നത്. പുഡിങ് സെറ്റാവാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി പാല് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി പാൽ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു പുഡിങ്ങിലേക്ക് ഞാൻ ബട്ടർസ്കോച്ച് എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എസൻസ് കൂടി പോവരുത്, 4 ഡ്രോപ്സ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എസൻസ് കൂടി പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല പുഡിങ്. പിന്നെ പുഡിങ് നല്ലൊരു കളറും കിട്ടും. എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം.
അപ്പോൾ ആ പുഡിങ് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു പുഡിങ് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പുഡിങ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും. അതിന് മുകളിലായിട്ട് പുഡിങ് ഒഴിച്ചു കൊടുക്കാം. മെല്ലെ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 4 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. കോൺഫ്ലവർ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പുഡിങ് 4 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. എൻ്റെ പുഡിങ് 4 മണിക്കൂർ കൊണ്ട് എനിക്ക് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.